Boche Gold and Diamonds. Buy now, pay later. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഡി അഡിക്ഷൻ സെന്റർ ആരംഭിക്കാൻ ഒരുങ്ങുന്നു. എക്സൈസുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ നടപടികൾ പൂർത്തീകരിക്കാൻ ഒരുങ്ങി നഗരസഭ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഡി അഡിക്ഷൻ സെന്റർ ആരംഭിക്കുന്നതിനായുള്ള ശ്രമം പുനരാരംഭിച്ചു. ഇതിനായി മാറ്റിയ കെട്ടിടം സജ്ജമാക്കുന്നതിനും മറ്റും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകിയതായി ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി അറിയിച്ചു. എക്സൈസുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ ഇതിന്റെ നടപടികൾ പൂർത്തീകരിച്ച് ഡി അഡിക്ഷൻ സെന്റർ ആരംഭിക്കാനാണ് ശ്രമമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ACV ന്യൂസിനോട് പറഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് സൂപ്രണ്ടിന് ലെറ്റർ അയച്ചിട്ടുണ്ട്. എക്സൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജില്ലാ വിജിലൻസ് കമ്മിറ്റിയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി ഇത് ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുന്നതിനുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടതുമാണ്. അതുകൊണ്ട് എക്സൈസും വിമുക്തി പോലീസ് നമ്മുടെ താലൂക്ക് ആശുപത്രി എല്ലാവരും സംയുക്തമായി പ്രവർത്തിച്ച് നമുക്ക് ഡി അഡിക്ഷൻ സെൻറ്റർ ഇവിടെ തുടങ്ങേണ്ടതുണ്ട്. താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിന് കത്തയച്ചു, അവരതിന് തയ്യാറാണ്. അവിടെ ഡോക്ടറും അതിന് തയ്യാറാണ്, സൈക്കാട്രിസ്റ്റ്. നമുക്ക് സ്ഥലവും സൗകര്യവും നമുക്ക് അവിടെ ഉണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തുകൊണ്ട് ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങുകയാണ് ഒറ്റപ്പാലത്ത് ആവശ്യവും വേണ്ടതും. 2019 അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ അന്ന് അവിടെ നമ്മുടെ കോവിഡ് വന്നപ്പോൾ ഐസൊലേഷൻ വാർഡായിട്ട് അവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ നമുക്ക് അതെല്ലാം മാറ്റി ഇപ്പോൾ അവിടെ സ്റ്റോറായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതും കൂടി നമ്മൾ സ്റ്റോർ റൂമിലേക്ക് മരുന്നുകൾ മാറ്റി ആ സ്ഥലം ഡി അഡിക്ഷൻ സെൻറ്റർ വീണ്ടും തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. 4 വർഷങ്ങൾക്ക് മുൻപാണ് താലൂക്ക് ആശുപത്രിയിൽ എക്സൈസ് വിമുക്തിയും നഗരസഭയുമായി ചേർന്ന ഡി അഡിക്ഷൻ സെന്റർ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചത്. ഇപ്പോഴത്തെ എക്സ്റേ യൂണിറ്റിന് സമീപത്തെ കെട്ടിടം ഇതിനായി സജ്ജമാക്കുകയും ചെയ്തിരുന്നു. കോവിഡ് കാലത്ത് അത് കോവിഡ് ഐസൊലേഷൻ വാർഡാക്കി മാറ്റേണ്ടി വന്നു. കോവിഡിന് ശേഷം സ്റ്റോർ റൂമാക്കി ഉപയോഗിച്ചിരുന്ന കെട്ടിടം ഇതിനായി സജ്ജമാക്കാനാണ് നഗരസഭ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകിയിരിക്കുന്നത്. നിലവിൽ താലൂക്ക് ആശുപത്രിയിൽ സൈക്കാട്രിക് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുള്ളതായും എക്സൈസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എടുക്കുമെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ആളൂർ അറിയിച്ചു. വിമുക്തിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ഓരോ ഡി അഡിക്ഷൻ സെന്ററാണ് പ്രവർത്തിച്ചു വരുന്നത്. പാലക്കാട് ജില്ലയിൽ നിലവിൽ അട്ടപ്പാടി ആശുപത്രിയിൽ വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. ആ കാരണത്താൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി പിന്തള്ളപ്പെട്ടു പോകുമോ എന്നും സംശയമുണ്ട്. എന്നാൽ ഈ ഭരണസമിതിയുടെ ഭരണകാലാവധിക്കുള്ളിൽ നടപടികൾ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നഗരസഭ നടത്തുന്നത്. ഇതിനായി വിമുക്തിയിൽ നിന്നും ഒരു MBBS ഡോക്ടർ, നഴ്സ്, കൗൺസിലർ, സെക്യൂരിറ്റി തുടങ്ങിയവരെ നിയമിച്ചു തരണം. എക്സൈസുമായി ബന്ധപ്പെട്ട ഈ നിയമനങ്ങൾ നടത്തിയാൽ ഉടൻ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഡി അഡിക്ഷൻ സെന്റർ യാഥാർത്ഥ്യമാവും.